ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. യദുകുലത്തിലെ എല്ലാ ഗോപി ഗോപന്മാരും സുഖമായിട്ടിരിക്കണോ, സന്തോഷമായിട്ടിരിക്കണോ എന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് ഷഡ്ഗർഭന്മാരുടെ ഒരു കഥ കേട്ടാലോ? കൂട്ടുകാർക്ക് തോന്നുന്നുണ്ടാവും, ഇതെന്താണ് ഇങ്ങനെയൊരു കഥ? മനുഷ്യർ ആദ്യ പിടിച്ച് നടക്കുന്നത് കാണാൻ ദേവകൾക്ക് ബഹുരസം. അല്ലെങ്കിൽ 8ാമത്തെ കുട്ടിയെ കൊല്ലുമെന്ന് വിവാഹ ദിവസം തന്നെ പറയണോ? അതിൻ്റെ കാര്യം ഉണ്ടായിരുന്നോ? സംശയം തീർത്തു തരാം. ചേറിലാണ് താമരപ്പൂ വിരിയുക. കഠിനാധ്വാനം കൊണ്ടാണ് വൻ നേട്ടമുണ്ടാകുന്നത്. ഇതുപോലെ തപസ്സുള്ളിടത്താണ് ഭഗവാന്റെ സാന്നിധ്യവും ലഭിക്കുന്നത്. ദേവകി വസുദേവന്മാരുടെ ദുഃഖം അവരുടെ തപസ്സായി. 8ാമത്തെ ഗർഭം വിഷ്ണു എന്ന് നാരദൻ പറഞ്ഞപ്പോൾ കംസനും വിഷ്ണു സ്മരണയായി. കീർത്തിമാൻ തുടങ്ങിയ 6 കുമാരന്മാർ പൂർവജന്മത്തിൽ കാലനെമിയുടെ മക്കളായിരുന്നു. ഷഡ്ഗർഭന്മാർ എന്ന് കാലനെമി അവർക്ക് പേരിട്ടു. 6 പേരും ബ്രഹ്മാവിനെ തപസ് ചെയ്തു പ്രത്യക്ഷപ്പെടുത്തി. വരം വാങ്ങി കൊട്ടാരത്തിലെത്തി. അവരുടെ മുത്തശ്ശനായിരുന്ന ഹിരണ്യകശിപു 6 പേരോടും കോപിച്ചു. എല്ലാവരും ഹിരണ്യായ നമ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിന് ബ്രഹ്മദേവായ സ്വാഹ എന്നുച്ചരിച്ച് തപം ചെയ്യാൻ പോയി? നിങ്ങളെൻ്റെ ശത്രുക്കളായിരിക്കുന്നു. അടുത്ത ജന്മത്തിൽ ഗർഭത്തിൽ നിന്ന് വീഴുന്ന ഉടനെ തന്നെ നിങ്ങളെ ഷഡ്ഗർഭന്മാരെന്ന് പേരിട്ട ഈ അച്ഛൻ കൊല്ലാനിടവരട്ടെ, ഹിരണ്യകശിപു ശാപിച്ചു. ആ ശാപമറിയുന്ന മഹാവിഷ്ണു ആ 6 പേരെയും ദേവകീ സുതന്മാരായി ജനിപ്പിച്ചു. സോദരീ പുത്രന്മാരെന്ന് കരുതി കംസൻ അവരെ വധിച്ചു. പക്ഷേ അത് സ്വന്തം കുട്ടികൾ തന്നെയായിരുന്നു. അന്യന് ചെയ്യുന്ന ദ്രോഹം അവനവനു തന്നെയാണ് ഫലിക്കുക. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ മനസ്സിൽ പോലും നമ്മൾ മറ്റൊരാളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഇങ്ങനെ മോശമായിട്ടൊന്നും പറയാൻ പാടില്ല എന്നതാണ് നമ്മുടെ പുരാണം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു കഥ നിങ്ങളിൽ എല്ലാവരും ഉൾക്കൊണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അതിനായിട്ട് ശ്രമിക്കുക. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. യദുകുലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.